മച്ചൻ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ അഭിമാന തിയേറ്ററിലാണ്, എയറിസ് ഫ്ലെക്സ്. ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എമ്പുരാൻ, അതെ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ചെറിയൊരു തമ്പുരാൻ ഇവിടെ വന്ന് റിവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു. ആ റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ചിലരുടെ ഇടയിൽ കൂടെ നൈസായിട്ട് ഊക്കുന്നുണ്ട്, പറ്റിക്കുന്നുണ്ട്. അതൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് കാണാനും പറ്റും. നമുക്ക് വേറെ സംസാരമൊന്നുമില്ല. പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത എമ്പുരാൻ സിനിമ എങ്ങനെയുണ്ടെന്ന് നാട്ടുകാരടുത്തൊന്ന് ചോദിച്ചു നോക്കാം. ഞാൻ മേളി വിളിച്ച് ചോദിച്ചേക്കുന്നു. ഹലോ, എങ്ങനെയുണ്ട്? ആ, മമ്മൂട്ടിയുണ്ട്. ആ, മമ്മൂട്ടിയുണ്ടോ? ആ, ഓക്കെ ശരി. ഓക്കെ ശരി. ഓക്കെ, മമ്മൂട്ടിയുണ്ടെന്ന് ലാസ്റ്റ് 5 മിനിറ്റ്. നിനക്ക് താല്പര്യം കാണാനാണ്? നീ കാണുന്നുണ്ടെന്നാ? സോറിയുടെ ഞാൻ സോറിയുടെ നീ എന്തിനാ എൻ്റെ അടുത്ത് വന്നത്? നീ നിനക്ക് മാറിയല്ല നിന്നൂടെ? ഭയങ്കര പ്രതീക്ഷ ഹൈപ്പ് കിട്ടിയ കുഴപ്പമില്ല, എന്നാലും കൊള്ളാം. മാസൊക്കെ കൊള്ളാം. വില്ലനൊക്കെ നമ്മള് ഭയങ്കര ഹൈപ്പ് കൊടുക്കുക. വില്ലൻ കൊള്ളാം, കുഴപ്പമില്ല. എല്ലാം കുഴപ്പമില്ല, അത്ര തന്നെ കൊള്ളാം, നല്ല പടം. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോ. നിക്ക് നേരെ. എന്ത് പറ്റി? കാര്യം പറ. ഇതെന്ത് മിണ്ടാതെ പോണ? ഇങ്ങോട്ട് വാ. എങ്ങനെയുണ്ട്? അടിപൊളി പടം. കാശ് ഇഷ്ടം പോലെ മുടക്കിയിട്ടുണ്ട്. നല്ല കളക്ഷൻ ആവുകയും ചെയ്യും. നല്ല ഡയറക്ഷൻ, നല്ല ക്യാമറ വർക്ക്. സിനിമയിൽ എങ്ങനെയുണ്ട്? അടിപൊളി. താങ്ക്സ്. എങ്ങനെയുണ്ട്? അടിപൊളി പടം. എങ്ങനെയുണ്ട് ബ്രോ? എന്ത് ആൾക്കാർ ലൂസിഫറാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. ആൾക്കാർ ഒരു സന്തോഷം തോന്നുന്നില്ലല്ലോ. നമ്മള് രാവിലെ വന്നല്ലേ, അപ്പൊ അതിൻ്റെതായ. ലാലേട്ട ഫാനാണ് സത്യം? ഉറപ്പില്ല, ലാലേട്ട ഫാനാണ്. അതുകൊണ്ടല്ലേ രാവിലെ വന്നത്. എന്താ നമ്മൾ കൊടുത്ത ഹൈപ്പിന് അങ്ങനെ ഒരു സാധനം? നമ്മൾ പ്രതീക്ഷ. നമ്മൾ മലയാളികളാണോ തുലയ്ക്കുന്ന പടം, അതോ സിനിമ എടുത്ത ആൾക്കാരാണോ തുലയ്ക്കുന്നത്? അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. പടം കൊള്ളില്ലെന്നല്ല, പടം കൊള്ളാം, ഓക്കെ. പക്ഷെ ഞാൻ പേഴ്സണലി പറഞ്ഞു, എനിക്ക് ലൂസിഫറാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ ശരി. വില്ലന്റെ ഹൈപ്പ് മറ്റേ തിരിഞ്ഞു എന്ന സാധനമൊക്കെ വെച്ചിട്ട് അതൊക്കെ എല്ലാവരും നിങ്ങൾ പോയി കാണേണ്ടതാണ്. സത്യം, ഞാൻ ഇത് വേറെ ഒന്നുമില്ല, ഒരു തുണ്ട് ചാനലാണിത് ആക്ച്വലി. അതുകൊണ്ട് എനിക്കറിയാമല്ലോ. അപ്പോൾ ഈ സത്യസന്ധമായിട്ട് പറഞ്ഞു അടിപൊളിയായിരുന്നു. പൃഥ്വിരാജ് എടുത്തു വെച്ചിട്ടുണ്ട്. ആരെ പടം? അങ്ങനെ പേടിച്ചു പോയി. ഓക്കെ ശരി. അപ്പോൾ പൃഥ്വിരാജ് എടുത്തു വെച്ചിരിക്കുന്ന പടം, പണി വെച്ചിരിക്കുന്ന പടം അടിപൊളി എന്നാണ് പറയുന്നത്. സൂപ്പർ. ലാലേട്ടൻ പിന്നെ ഈ തിരിഞ്ഞിരിക്കുന്ന ക്യാരക്ടർ നമ്മൾ കാണുമ്പോൾ റിവീൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, ഹൈപ്പൊക്കെ തോന്നുന്നുണ്ടോ? തോന്നും. ആണോ? അതാരാന്ന് പോലും അറിയില്ല. ബ്രോ എങ്ങനെയുണ്ട്? സത്യമാണ് പറയണത് ബ്രോ. എന്താ പറയാ, നമ്മളൊരു ഹോളിവുഡ് ലെവലിലൊക്കെ പറഞ്ഞ് കളിയാക്കണമെന്ന് വിചാരിക്കല്ലേ, ആ ഒരു റേഞ്ചിൽ പോയിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ഒരു മൂന്നാമത്തെ ഒരു ഡയറക്ഷൻ മൂവി ഒന്നും ആരും പറയത്തില്ല. ഇതിപ്പോ നമ്മളിപ്പോ മോഹൻലാൽ ഫാൻസ് ആയതുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നത് നിങ്ങൾ പറയും. പക്ഷെ അങ്ങനെയല്ല, മോഹൻലാലിനെ അറിയാത്ത ഒരാൾ, ഇന്ത്യയിൽ ഒരാൾ പോലും ഈ പടം കാണുകയാണെങ്കിൽ എൻജോയ് ചെയ്യും. ആ തിരിഞ്ഞെന്ന ക്യാരക്ടർ നമ്മൾ റിവീൽ ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്? നമ്മൾ ഞെട്ടിയോ? ആമിർ ഖാൻ എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അത് ആമിർ ഖാൻ അല്ല. അത് ഇന്റർനാഷണൽ ആണ്. സത്യം പറഞ്ഞാൽ അത് ഇന്റർനാഷണൽ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞെട്ടി. മോഹൻലാൽ ഒരു 3 വർഷമായിട്ട് വളരെ ഡൗൺ ആണ്. ഞാനൊരു മോഹൻലാൽ ഫാനാണ്. അതിന്റെ മുതലും പലിശയും തീർക്കുന്ന രീതിയിൽ തിയേറ്റർ രോമാഞ്ചിഫിക്കേഷൻ ആക്കിയിട്ടുണ്ട്. ഇനി അങ്ങ് കയറി എങ്ങനെയുണ്ട്? അടിപൊളി സിനിമ. സൂപ്പർ. ഇത് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇല്ല, ഞാൻ നിങ്ങളെ കണ്ടോണ്ട് വന്നത്. റിവ്യൂ തുടങ്ങിയ ട്രോള് ഉണ്ട്. ഒരെണ്ണം ട്രോളട്ടാ. അയ്യോ എന്റെ പൊന്നോ, 5 ഡയലോഗ് മാത്രമേ മോഹൻലാലിനെ കൊണ്ട്. ബ്രോ ഒരുപാട് പേര് പടം കണ്ടിറങ്ങാണ്. എന്നെ പാർട്ടിയെ ആക്ച്വലി എങ്ങനെയുണ്ട് പടം? ബ്രോ എനിക്ക് സ്റ്റോറി കയ്യിൽ പോയാലോ തോന്നി ബ്രോ. അതെ. പിന്നെ BG ഒന്നും എനിക്ക് അത്ര വർക്കായില്ല. മൊത്തത്തിൽ ആവറേജ് എക്സ്പീരിയൻസ്. അപ്പൊ എമ്പുരാൻ ഓർ ലൂസിഫർ? ആണ്. അതെ. ആക്ച്വലി ലാലേട്ടന് സീൻ വല്ല കുറവുണ്ടോ? പൃഥ്വിരാജാണോ കൂടുതൽ സീൻസ്? അങ്ങനെയല്ല, ലാലേട്ടൻ ഒരു 40-50 മിനിറ്റേ ഉള്ളൂ. പക്ഷേ
ലാലേട്ടൻ്റെ സീൻസ് ഒക്കെ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, മാസാണ്. ഒരു നമുക്ക് ഈ ക്യാമിയോ ഒക്കെ ഭയങ്കരമായിട്ട് കിള്ളായിട്ട് ക്യാമിയോ അത് പടം കാണണ്ട എല്ലാവരും. ആണോ? ശരി ശരി, താങ്ക് യു. എങ്ങനെയുണ്ട് പടം? സത്യസന്ധമായിട്ട് പറയാം. ഒരു രക്ഷയില്ല മച്ചനെ, 2 പ്രാവശ്യം കാണണം സിനിമ. 2 വർഷം കാണും. ഒന്നുകൂടെ ചിലർ പറഞ്ഞു ഒറ്റ തവണ കണ്ടാൽ ഇല്ല ഒന്നുകൂടെ കണ്ടാലേ പറ്റുള്ളൂ. മനസ്സിലാവല്ല അത്ര ആകാംക്ഷയുടെ മുന്നിൽ നമ്മൾ നിർത്തുകയാണ്. ഇനിയും ഒരു 3-ാമതൊരു സംഭവം കൂടെ ഉണ്ടാവും. പ്ലസ് ആക്ഷൻ രംഗങ്ങളായാലും മോഹൻലാലിന്റെ സ്റ്റൈൽ എല്ലാം പെർഫെക്റ്റ്. ഓക്കെ, സൂപ്പർ ഔട്ട്സ്റ്റാൻഡിങ്. അതറിഞ്ഞാൽ ബ്രോ പടം എങ്ങനെയാണ്? പടം സൂപ്പർ ബ്രോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം. ഓക്കെ ആണ്. ഓക്കെ ഓക്കെ 100% ഓക്കെ. സൂപ്പർ പടം. കണ്ട് ബ്രോ കണ്ടായിരുന്നാ? ഇല്ല, കണ്ടില്ല. എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. മൊത്തത്തിൽ കണ്ടു പ്രാങ്കല്ല, എനിക്ക് മനസ്സിലായി. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? കൊള്ളാം, കുഴപ്പമില്ല. ആണോ? എക്സ്പെക്ട് ചെയ്തതിന്റെ അത്ര ഉണ്ടോ? ഇല്ല. പലരും പറയുന്നുണ്ട് ഹൈപ്പിനനുസരിച്ച് വന്നില്ല. അത്ര വന്നില്ല. 2 സീൻ മാത്രം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആണല്ലേ? ആ 2 സീനും പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു സിനിമ. ശരി, പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം നിരാശയാണ്. അത് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്ത് പറയുന്നത്, നമ്മള് ലൂസിഫർ ഒക്കെ കണ്ടേയില്ലേ? ലൂസിഫർ എംപുരാൻ? ലൂസിഫർ എനിഡേ ലൂസിഫർ കമ്പയർ ചെയ്യാൻ പോലും ഇല്ല. 3യുടെ ആവശ്യമുണ്ടോ? 3യുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി മിക്കവാറും ഇറക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ഇതിന്റെ ഹിറ്റ് നോക്കിയിട്ടേ എടുക്കുള്ളൂ അല്ലേ? ഇതിപ്പോ ഫാൻസ് ആകുമ്പോ എല്ലാരും പൊക്കി അടിക്കും. താങ്കൾ മോഹൻലാൽ ഫാനാണോ? കട്ട മോഹൻലാൽ ഇതാ ടീഷർട്ട് നോക്കുന്ന ശരിയാണ് ലാലേട്ടാ. കണ്ടല്ല, ഉറക്കം ഒഴിച്ചിരുന്ന കണ്ടാണെന്ന്. അപ്പൊ അത്രയും എക്സ്പെക്ട് ചെയ്തതിന്റെ എത്ര? ഒരുപാട്. നമ്മൾ 6 വർഷം എക്സെപ്റ്റ് ചെയ്ത് കണ്ട പടമില്ലേ? ഇവിടെ എങ്ങനെയായിരുന്നു? അതേപോലെയാണോ? ചേട്ടാ ലൂസിഫർ അടിപൊളി പടമായിരുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര ലാഗായിരുന്നു. ഫ്രെയിമും കാര്യങ്ങളും എല്ലാം കൊള്ളായിരുന്നു. പക്ഷേ സ്റ്റിൽ കുറച്ചുകൂടെ നന്നായി ചെയ്യായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും ഈ വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യാനും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ആൻഡ് മെയിൻ തിങ് ഈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറഞ്ഞ റിവ്യൂ നിങ്ങൾ കേട്ടതാണ്. ഇനി ഈ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കാനൊന്നും പോകാതിരിക്കാനൊന്നും ചെയ്യരുത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക സ്വന്തമായിട്ട്, അത്രേ ഉള്ളൂ. അത് നിങ്ങളുടെ അവകാശം. ഓക്കെ, പടം കണ്ടു നോക്കാം. ഞാനും വൈകിട്ട് പോകുന്നുണ്ട് 6 മണിക്ക്. എങ്ങനെ ഉണ്ടെന്ന് ഞാനും സ്വന്തമായിട്ട് വിലയിരുത്തും. ഓക്കെ ഗൈസ്, താങ്ക് യു.